നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഈ പേഴ്സൺ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയ രീതിയിലോട്ട് അല്ലെങ്കിൽ നല്ല ഹാർമോണിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത് ഒരു കാർമിക് സിറ്റുവേഷൻ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനിടയിൽ വന്നത് കൊണ്ടായിരിക്കാം. ആ ഒരു കാർമിക് സിറ്റുവേഷൻ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ചേഞ്ച് ആവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ സെപ്പറേഷനുള്ള റീസൺ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് മേ ബി ഒരു പാഷൻ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ആ ഒരു പാഷനിലേക്ക് മേ ബി അതൊരു കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ദൂരയാത്ര അതുപോലുള്ള ഒരു സാഹസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. ആ ഒരു കാര്യത്തിലേക്ക് ആ വ്യക്തി ചേഞ്ച് ആയത് കൊണ്ടായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ ഇപ്പോൾ നിങ്ങൾക്കിവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പഴയ രീതിയിലാവാൻ വേണ്ടിയിട്ട്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെയിം ഫീലിംഗ് ആണ് ഈ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് വളരെയധികം ദുഃഖിതനായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു ഹാങ്ഡ് മാൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് രീതിയിൽ ആ വ്യക്തി ട്രൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിപ്പെടേണ്ടത്, ഏത് മാർഗത്തിലൂടെ, മേ ബി ആ വ്യക്തിയുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി തിരികെ വന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഈ ഒരു സമയത്ത് ആ വ്യക്തി ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ പല സമയത്തും നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. പക്ഷെ ആ സമയത്തൊന്നും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള ഒരു കാര്യങ്ങളും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും ബ്രേക്കായി പോയിട്ടില്ല. ആ വ്യക്തി അത്രയും സമയവും ഏതൊരു ബിസി ആയിട്ടുള്ള സമയത്ത് പോലും നിങ്ങളെ മനസ്സിൽ നിന്നും ആ വ്യക്തി മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. പക്ഷെ നിങ്ങളോട് ചിലപ്പോൾ ആ ഒരു പ്രണയം ആ വ്യക്തിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ ഉണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു ഫ്യൂച്ചർ ലൈഫ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു ഫാമിലി ലൈഫ് ആ വ്യക്തി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ നിന്നും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് കുറവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് എന്നാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നമുക്കിവിടെ വ്യക്തമാവുന്നത്. വ്യക്തി എത്രയും വേഗം നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്റ്റിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് വളരെയധികം ശ്രമിക്കുകയാണ്. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഇപ്പോൾ ഉള്ളത്, ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നാൽ നിങ്ങളെ ആ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ട് ആ വ്യക്തിക്കുണ്ട്. വൈ ദിസ് സെപ്പറേഷൻ ആൻഡ് വൈ ആർ ഹി അവോയ്ഡിങ് യു? റിലീസ് യുവർ പാസ്റ്റ്, അതായത് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറക്കണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. എന്ത് തന്നെയായിരുന്നാലും ആ വ്യക്തിയുടെ ഭാഗത്തുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രോബ്ലം കൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ ബ്രേക്ക് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറക്കണം എന്ന് ആ വ്യക്തി ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. ആ വ്യക്തി നിങ്ങളോട് എന്ത് തന്നെ അവോയ്ഡിങ് കാണിച്ചിരുന്നാലും ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം അഗാധമായിട്ടുള്ള സ്നേഹമുണ്ട്. ഓക്കെ, അവേക്കനിങ് ഈ സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നതിനുള്ളൊരു അവസരം നിങ്ങൾക്കുണ്ടാവും. എത്രയും വേഗം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും, ആ വ്യക്തിയുടെ റിയൽ ലവ് നിങ്ങൾ മനസ്സിലാക്കും എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. യെസ്, ന്യൂ ലവ് നിങ്ങളുടെ ലൈഫിലേക്ക്
ഒരു പുതിയ സ്നേഹവുമായിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും. ഓക്കെ. ഇവിടെ നിന്നും വ്യക്തമാവുന്നത് നിങ്ങൾ ഒരുപാട് മെന്റലി വൂണ്ടഡ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ഒരുപാട് ഈ ഒരു സിറ്റുവേഷനിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ മെന്റലി അപ്സെറ്റ് ആണ്, ഡിപ്രസ്ഡ് ആണ്. ഈ ഒരു സെയിം സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണും എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുള്ളത്, ഈ വ്യക്തി ഒരു സമയത്ത് നിങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള സിറ്റുവേഷനെ മിസ് ചെയ്യുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി മിസ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും ആ വ്യക്തിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കാരണം നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് മെമ്മറീസ് എപ്പോഴും ആ വ്യക്തിയിൽ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെ വെയിറ്റ് ചെയ്യാണ്. ഈ റിലേഷൻഷിപ്പ് പഴയ രീതിയിലോട്ടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. മേ ബി ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയും ആയിരിക്കാം ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സമയത്തിൽ ചേഞ്ച് ആയി കഴിഞ്ഞു. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് തവണ ഈ വ്യക്തിയോട് ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. പല തവണ നിങ്ങൾ കോണ്ടാക്റ്റിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല തവണ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്തെല്ലാം ആ വ്യക്തി നിങ്ങളെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തിരുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും വേദന നിങ്ങൾ സഹിച്ചിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ആ വ്യക്തിയോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ ആ സമയത്തെല്ലാം ആ വ്യക്തിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്യേണ്ടി വന്നു. കൂടുതൽ പേർക്കും ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സെപ്പറേഷൻ കൊണ്ടുവന്നതെന്ന് കാണുന്നു. എന്നാൽ വളരെ കുറച്ച് പേർക്ക് മാത്രം ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു സമയത്ത് നിങ്ങളെ എന്ത് രീതിയിലാണോ സ്റ്റാർട്ടിങ് ടൈമിൽ ആ വ്യക്തി പ്രപ്പോസ് ചെയ്ത് വന്നത്, ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു മെമ്മറീസ് ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോഴും ഇപ്പോൾ ഈ ഒരു കറന്റ് സിറ്റുവേഷനിലും ഉള്ളതായിട്ട് ഇവിടെ വ്യക്തമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ആ വ്യക്തി വിശ്വസിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പഴയ രീതിയിലോട്ട്, അല്ലെങ്കിൽ വീണ്ടും അതിലൊരു തുടക്കം ഉണ്ടാവുമെന്ന് ആ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഏസ് ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ.